നൂറയോടും ആതിരയോടുമാണ് ഈ അവസാന സമയത്ത് നിങ്ങൾ ചെയ്തതൊക്കെ എന്താണ്? തെറ്റിദ്ധാരണകളും മാനിപ്പുലേഷനിലും വീണു. 90 ദിവസം കഷ്ടപ്പെടുന്നത് വെറുതെയാക്കി. റീ എൻട്രിയായി വന്നവർക്ക് അനുവിനോട് മാത്രമല്ല നിങ്ങളെ ഫിനാലയിൽ കണ്ടതുപോലും സഹിക്കാനായിട്ടില്ല. അവരിൽ പലർക്കും തങ്ങളാണ് കൂടുതൽ യോഗ്യർ എന്ന ചിന്തയാണ്. അനു ഒരു വിഷയത്തിലും നിങ്ങളെ മോശം പറഞ്ഞതായി തോന്നിയിട്ടില്ല. പുറത്ത് അനുവിൻ്റെ ഫാൻസും അതുതന്നെ സപ്പോർട്ട് ചെയ്യുകയും നിങ്ങളുടെ മൊമെൻറ്റുകൾ സെലിബ്രേറ്റ് ചെയ്യുകയും മാത്രമാണ് ചെയ്തത്. പക്ഷേ പുറത്തു നിന്ന് വന്ന ചില വിഷപ്പാമ്പുകളുടെ അവസാന സമയത്തെ കെട്ടുകഥകൾ കേട്ട് നിങ്ങൾ തന്നെ നിങ്ങളെ തകർക്കാനുള്ള വഴി തിരഞ്ഞെടുത്തു. ഒടുവിൽ തോൽപ്പിച്ചത് മറ്റാരുമല്ല, നിങ്ങളെ തന്നെയാണ്. ആദിലയും നൂറയും ബിഗ് ബോസ് വീടിൻ്റെ പടി ഇറങ്ങിയിരിക്കുന്നു 2 ദിവസത്തെ ഗ്യാപ്പിൽ. ഒരു തെറ്റും ചെയ്യാത്ത അനുമോളെ മനഃപൂർവ്വം മാനിപ്പുലേറ്റ് ചെയ്ത് തെറ്റുകാരിയാക്കി വരുത്തി തീർത്ത് തെളിവുകൾ സഹിതം നശിപ്പിക്കുന്ന നിങ്ങളുടെ ഈ പ്രവൃത്തി പുറത്ത് സോഷ്യൽ മീഡിയയും ടി വിയും എപ്പിസോഡും കാണുന്ന ആൾക്കാരെല്ലാം കാണുന്നതാണ് എന്ന് ഓർക്കുക. ഇതിൻ്റെ അവസാന എഫക്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങളെ തന്നെ നെഗറ്റീവായി ബാധിക്കുമെന്നുള്ളതാണ്. ഇത് നിങ്ങൾക്ക് മനസ്സിലാകാൻ പോകുന്നത് ഈ ബിഗ് ബോസിൻ്റെ ഫിനാലെ എപ്പിസോഡെല്ലാം കഴിഞ്ഞതിന് ശേഷമുള്ള ദിവസങ്ങളിലായിരിക്കും. ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ ലൈവ് എക്സ്ക്ലൂസീവ് അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.